ചെക്ക്, ഡിറ്റർമൈൻ, എസ്റ്റാബ്ലിഷ് എന്നൊക്കെ നമുക്ക് ഇടാം. ഫോർ എക്സാമ്പിൾ ചെക്ക് ഫോർ സംതിങ്, അല്ലെങ്കിൽ ഡിറ്റർമൈൻ ദ പേഷ്യൻസ് നോളജ് അബൌട്ട് ദ പ്രൊസീജിയർ, എസ്റ്റാബ്ലിഷ് ദ പേഷ്യൻസ് കൺസെന്റ് ഫോർ ദ പ്രൊസീജിയർ. സോ ഇവിടെയും നമുക്ക് ഏതൊക്കെയാണ് കീവേഡ്സ്? ഫസ്റ്റ് സെന്റൻസ് നോക്കുവാണെങ്കിൽ ചെക്ക് ആണ് കീവേഡ്സ്. ഐ ഹാവ് ഓൾറെഡി ഗിവൺ ഇൻ ദ ടോപ്പ് ഓഫ് ദാറ്റ് തിങ്. ചെക്ക്, ഡിറ്റർമൈൻ ആൻഡ് എസ്റ്റാബ്ലിഷ്, ഇതാണ് നമ്മുടെ കീവേഡ്സ്. ഇപ്പൊ ചെക്ക് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ നോക്കുക, ചെക്ക് ചെയ്യുക, അതാണ് സംഭവം. ഡിറ്റർമൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പുവരുത്തുക. എസ്റ്റാബ്ലിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി നീഡ് ടു കൺഫേം ദാറ്റ് പർട്ടിക്കുലർ തിങ്. സോ ഇവിടെ അപ്പോൾ ഈ ചെക്ക്, ഡിറ്റർമൈൻ, എസ്റ്റാബ്ലിഷ് എന്ന് പറയുന്ന വേർഡ്സും നിങ്ങളുടെ OET റോൾ പ്ലേ കാർഡിൽ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ the very first thing that you need to understand is that these three words comes under the something called asking. നമ്മൾ ഇവിടെ ചോദിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം ചെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഡിറ്റർമൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എസ്റ്റാബ്ലിഷ് എന്ന് പറയുന്ന ഈ മൂന്ന് വേർഡ്സിൽ ഏത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാലും ഇതും ഇൻഫർമേഷൻ ഗ്യാദറിംഗ് ആണ്. ഓക്കെ, സോ ചെക്ക് ഫോർ എനി സിംറ്റംസ് ഓഫ് ടെറ്റനസ് ലോജോ. സോ ഇപ്പം നമ്മൾ എങ്ങനെ ചോദിക്കും? ദ കോമൺ സിംറ്റംസ് ഓഫ് tetanus lockjaw are muscle stones, spasm in the neck and something. അപ്പോൾ നമുക്ക് ചോദിക്കാം, have you experienced any of these symptoms recently, or have you experienced any of these symptoms? Okay, so ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ ചെക്ക് ചെയ്യാണ് ഈ തന്നിരിക്കുന്ന ഏതെങ്കിലും സംഭവം നിങ്ങൾക്കും വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ഫ്രണ്ടിലിരിക്കുന്ന പേഷ്യൻറ്റിനും വന്നിട്ടുണ്ടോ. സോ ഡിറ്റർമൈൻ ദ നോളജ് ഓഫ് ദ പ്രൊസീജിയർ. അപ്പോൾ പേഷ്യൻറ്റിന് ആ പ്രൊസീജിയറിനെ കുറിച്ച് എന്തെങ്കിലും അറിവുണ്ടോ എന്ന കാര്യം നമ്മൾ ഉറപ്പുവരുത്തിയാണ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യണം. സോ കുഡ് യു പ്ലീസ് ടെൽ മീ, ഓർ ക്യാൻ യു പ്ലീസ് ടെൽ മീ റിഗാർഡിംഗ് യുവർ ഇൻഫർമേഷൻ ഓഫ് ദാറ്റ് പർട്ടിക്കുലർ പ്രൊസീജിയർ. അങ്ങനെയും നമുക്കവിടെ ചോദിക്കാം. അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ് സംതിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ എസ്റ്റാബ്ലിഷ് റിഗാർഡിംഗ് ദ സൈഡ് ഇഫക്ട്സ് ഓഫ് എ പർട്ടിക്കുലർ. ഞാൻ ഇതിൽ നിന്നും മാറി എന്തെങ്കിലും സൈഡ് ഇഫക്ട്സിനെ കുറിച്ച് പേഷ്യൻറ്റിനെ കുറിച്ച് എന്തെങ്കിലും അറിയാവോ എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഡു യു ഹാവ് എനി ഐഡിയ, സോ ക്യാൻ യു ഹാവ് എനി ഐഡിയ റിഗാർഡിംഗ് ദ സൈഡ് ഇഫക്ട്സ് എന്ന് ചോദിക്കാം. സോ ഇവിടെ ഈ മൂന്ന് കാര്യങ്ങളും എന്താ? പേഷ്യൻറ്റിന് ആ പർട്ടിക്കുലർ കാര്യത്തെക്കുറിച്ച് എന്തെങ്കിലും അറിയാമോ എന്ന് നമ്മൾ പേഷ്യൻറ്റിന് ഒരു ക്ലൂ അങ്ങ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ പേഷ്യൻറ്റിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ ആ ഒരു ഇൻഫർമേഷൻ നമ്മൾ കളക്ട് ചെയ്യാണ് ചെയ്യുക. IILT, it's my cup of tea.